നമസ്കാരം. അനേകം പ്രവാസികൾ സൗദിയിൽ ജോലി ചെയ്യുന്നുണ്ട്. തൊഴിൽ നിയമത്തിൽ ചില ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സൗദി അറേബ്യ. സൗദി അറേബ്യയിൽ തൊഴിലുടമയുടെ കീഴിൽ നിന്ന് ഒളിച്ചോടിപ്പോയതിന് ഹുറൂബ് വിഭാഗത്തിൽ അകപ്പെട്ട പ്രവാസികൾക്ക് ഇളവ് കാലാവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൗദി. ജോലിയിൽ നിന്നും ഒളിച്ചോടിയതായി രേഖപ്പെടുത്തിയവർക്ക് അവരുടെ നിയമപരമായ പദവി ശരിയാക്കുന്നതിനുള്ള അവസരമാണ് ഇതോടെ കൈവന്നിരിക്കുന്നത്. ഇതുപ്രകാരം ഹുറൂബ് ഗണത്തിൽ ഉൾപ്പെട്ട പ്രവാസികൾക്ക് അവരുടെ സ്റ്റാറ്റസ് ശരിയാക്കാനും അവരുടെ ജോലി മറ്റൊരു സ്പോൺസറിലേക്ക് കൈമാറാനും ഡിസംബർ 1 മുതൽ ജനുവരി 29 വരെ ഗ്രേസ് പീരീഡ് നൽകിക്കൊണ്ട് മാനവ വിഭവ മന്ത്രാലയം 60 ദിവസത്തെ സമയപരിധി നൽകിയിട്ടുണ്ട്. അത്തരം തൊഴിലാളികൾക്ക് മന്ത്രാലയത്തിന്റെ കീവ പ്ലാറ്റ്ഫോമിലൂടെ അവരുടെ സാഹചര്യം നിയമവിധേയമാക്കാനും കൈമാറ്റം നടത്താനും കഴിയും. ഇത് സംബന്ധിച്ച സന്ദേശം ഹുറൂബായ ജീവനക്കാർക്ക് മന്ത്രാലയത്തിൽ നിന്നും ലഭിച്ചു തുടങ്ങിയതായാണ് അധികൃതർ നൽകുന്ന വിവരം. തൊഴിൽ മാറ്റം സാധ്യമാവണമെങ്കിൽ പുതിയ സ്പോൺസറെ കണ്ടെത്തണം. ഇതാണ് ആദ്യത്തെ വെല്ലുവിളി. പുതിയ സ്പോൺസർ തൊഴിലാളിയുടെ നിലവിലെ കുടിശ്ശികകൾ ഉൾപ്പെടെയുള്ള ബാധ്യതകൾ ഏറ്റെടുക്കാൻ കൂടി തയ്യാറാകണം. 2024 ഡിസംബർ 1 മുമ്പ് ഹുറൂബ് വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കാണ് ഈ ഗ്രേസ് കാലാവധി അനുവദിച്ചിരിക്കുന്നത്. സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പ്രൊഫഷണൽ ജീവനക്കാർക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. എന്നിരുന്നാലും കീവ അധികാര പരിധിയിലെ പുറത്തുള്ള ഗാർഹിക തൊഴിലാളികൾക്ക് ഗ്രേസ് പീരീഡ് ബാധകമല്ലെന്നാണ് അധികൃതർ നൽകുന്ന വിവരം. സമീപ വർഷങ്ങളിൽ രാജ്യം അതിന്റെ തൊഴിൽ വിപണിയെ കൂടുതൽ ആകർഷകവും മത്സരപരവുമാക്കുന്നതിന് തൊഴിൽ പരിഷ്കാരങ്ങളുടെ ഒരു പരമ്പര അവതരിപ്പിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് പുതിയ ഗ്രേസ് പീരീഡ് അനുവദിക്കാനുള്ള തീരുമാനം. തൊഴിൽ നിയമ പരിഷ്കാരങ്ങളുടെ ഭാഗമായി കരാർ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി സൗദി സർക്കാർ ഈ വർഷം ആദ്യം ഗണ്യമായ തൊഴിൽ മാറ്റങ്ങൾക്ക് അംഗീകാരം നൽകിയിരുന്നു. ഒരു തൊഴിൽ കരാർ അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു അറിയിപ്പ് തൊഴിലാളിയിൽ നിന്ന് അറിയിപ്പ് വന്നാൽ 30 ദിവസവും തൊഴിലുടമയുടെ ഭാഗത്ത് 60 ദിവസവുമാണ്. തൊഴിലാളികൾക്കിടയിൽ തുല്യ അവസരങ്ങൾ എന്ന തത്വം നടപ്പാക്കുന്നത് ദുർബലപ്പെടുത്തുന്ന പ്രവൃത്തികൾ ഒഴിവാക്കാനും ഈ മാറ്റങ്ങൾ തൊഴിലുടമയെ ബാധ്യസ്ഥരാക്കുന്നുണ്ട്. ഇതിനു പുറമെ ഈ ഭേദഗതികൾ പ്രകാരം പ്രസവാവധി 10 ആഴ്ചയിൽ നിന്ന് 12 ആഴ്ചയായി ഉയർത്തുകയും ചെയ്തിരുന്നു. ഓഗസ്റ്റിലും സൗദിയിൽ തൊഴിൽ നിയമങ്ങൾ പരിഷ്കരിച്ചിരുന്നു. തൊഴിൽ കരാർ, ജീവനക്കാരുടെ അവധി, സ്ഥാപനം വിട്ടുപോകൽ തുടങ്ങി ഏറ്റവും പ്രധാനപ്പെട്ട 6 ഭേദഗതികൾ ഉൾപ്പെടെ തൊഴിൽ നിയമത്തിൽ പരിഷ്കരണം വരുത്തിയിരുന്നു. വിഷൻ 2030ന്റെ ഭാഗമായാണ് പരിഷ്കരണം. 2025 ഫെബ്രുവരിയോടെ ഭേദഗതികൾ പ്രാബല്യത്തിൽ വരും. പ്രസവാവധി നീട്ടൽ, സഹോദരനോ സഹോദരിയോ പോലുള്ള ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ മരണത്തിൽ ശമ്പളത്തോടു കൂടിയ അവധി, അനിശ്ചിതകാല തൊഴിൽ കരാറുകൾ നോട്ടീസ് നൽകൽ തുടങ്ങിയ തൊഴിൽ മാറ്റങ്ങളാണ് പ്രധാനമായും ഉള്ളത്. 6ഓളം GCC രാജ്യങ്ങളിലായി 55 ലക്ഷത്തോളം കുടിയേറ്റ ഗാർഹിക തൊഴിലാളികൾ ജോലി നോക്കുന്നുണ്ട്. ഇതിൽ 4 രാജ്യങ്ങളിൽ മാത്രമാണ് പ്രത്യേക ഗാർഹിക തൊഴിലാളി നിയമം നിലവിലുള്ളത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.